ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എലോഹിം ലൈവ് മീഡിയയിലൂടെ ദൈവവചന ശ്രോതാക്കളായ എല്ലാ മാന്യ സഹോദരീ സഹോദരന്മാർക്കും വീണ്ടും വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. എലോഹിം ലൈവ് മീഡിയയുടെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സബ്സ്ക്രൈബ് ചെയ്ത് ഇത് നിങ്ങൾ കേൾക്കുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇന്ന് കർത്താവിൽ ആശ്രയിച്ച് ചിന്തിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള ചില വാക്യങ്ങളാണ്. പിറ്റേനാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്ത് കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ച് ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ് നാം വായിച്ച് കേട്ടത്. യേശു കർത്താവ് നയീൻ എന്ന പട്ടണത്തിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിലാപത്തെ നൃത്തമാക്കും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിലാപത്തെ നൃത്തമാക്കുന്നവൻ. നയീൻ എന്ന പട്ടണം, ഈ പട്ടണം ആ വാക്കിൻ്റെ അർത്ഥം തന്നെ സന്തോഷമെന്നാണ്. നയീൻ, റിജോയ്സ്, സന്തോഷമെന്നാണ്. പട്ടണത്തിൻ്റെ പേര് സന്തോഷം. എന്നാൽ പട്ടണത്തിൻ്റെ അകത്തേക്ക് ചെന്നപ്പോൾ ദുഃഖപൂർണമായ അവസ്ഥയായിരുന്നു. ഇന്ന് അനേകരുടെ അവസ്ഥ ഇത് തന്നെയാണ്. പുറമെ സന്തോഷമായിരിക്കാം, എന്നാൽ അകത്ത് ദുഃഖവും തകർച്ചയും വേദനയും ഇവിധമായുള്ള അവസ്ഥകളെ നമുക്കൊന്ന് കാണാൻ കഴിയുന്നു. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ എലീശ പ്രവാചകൻ്റെ അടുക്കൽ ഒരു കൂട്ടം ആൾക്കാർ വന്ന് ഇങ്ങനെ പറയുകയാണ്, യജമാനനെ, പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമാണ്, ദേശം ചീത്തയും മരണവും വെള്ളം ചീത്തയുമാണ് എന്ന് പറയും. ആ ജനം പറയുകയാണ്, പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമാണ്, ഒരു കുഴപ്പമില്ല, പക്ഷേ ദേശം മരണം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അവിടുത്തെ വെള്ളം ചീത്തയാണ് എന്ന് ഈ ജനം എലീശയോട് പറയുന്നതായിട്ട് നമ്മൾ 2 രാജാക്കന്മാർ 2:19 വായിക്കുന്നു. നസ്രയത്തിന് തെക്കും കപ്പർന്നഹൂമിൽ നിന്ന് 25 മൈലുകൾ ദൂരമുള്ള ഒരു പട്ടണമാണ് നയീൻ പട്ടണം. ആ പട്ടണത്തിൽ പുറമെ പട്ടണത്തിൻ്റെ പേര് സന്തോഷമെന്നാണ്,
എന്നാൽ യേശു കർത്താവ് ആ പട്ടണത്തിലേക്ക് ചെന്നപ്പോൾ ദുഃഖപൂർണവും തകർച്ചയും കണ്ണുനീരും വിലാപവും ഇങ്ങനെയുള്ള ഒരു പട്ടണമാണ് കർത്താവ് കാണുന്നത്. ആ പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയെന്ന് തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ഈ പട്ടണത്തിലുള്ളവർ ഒന്ന് പുരുഷാരം, അടക്കം ചെയ്യാൻ പോകുന്നവരാണ്. രണ്ടാമത്തത് മരിച്ചവൻ, ഒരു ബാല്യക്കാരൻ. മൂന്നാമത്തത് ഒരു വിധവ, ഭർത്താവും മകനും നഷ്ടപ്പെട്ടു പോയ ഒരു വിധവ. നാലാമത് കരയുന്നവർ. അഞ്ചാമത് മഞ്ചം ചുമക്കുന്നവർ. ഈ മരിച്ചവനെ ചുമന്നുകൊണ്ട് പോവുകയാണ്. ആറാമത് മനസ്സലിയുന്ന കർത്താവ്. ഏഴാമത് ജീവൻ പ്രാപിച്ച ആ ബാല്യക്കാരൻ, അല്ലെങ്കിൽ പുതുജീവൻ പ്രാപിച്ചവൻ. ഇങ്ങനെ ഈ പട്ടണത്തിൽ 7 കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. പട്ടണത്തിൻ്റെ പുറമേയുള്ള സന്തോഷമല്ലായിരുന്നു പട്ടണത്തിൻ്റെ അകത്ത്. ഇന്ന് അനേക ജീവിതങ്ങൾ പുറമേ സന്തോഷം എന്ന് പറയുകയും അകത്തളത്തിൽ വേദനയും തകർച്ചയും, എന്തിനു പറയുന്നു, സമാധാനം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ കർത്താവ് ആ പട്ടണത്തിൽ ചെന്നതുകൊണ്ട് വിലാപമുള്ളതായിരിക്കുന്ന പട്ടണം, തകർച്ചയുടെ പട്ടണം, കണ്ണുനീരിൻ്റെ പട്ടണം, നിലവിളിയുടെ പട്ടണം സന്തോഷപൂർണമായി തീരുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഒരുപക്ഷേ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഈ നൈൻ പട്ടണത്തെ പോലുള്ളവരായിരിക്കാം. പുറമേ സന്തോഷം നിങ്ങൾ കാണിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ അകത്തളങ്ങളിൽ നിരാശയല്ലേ, തകർച്ചയല്ലേ, വേദനയല്ലേ, മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത അവസ്ഥ ഇന്ന് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ? യേശു കർത്താവ് നിങ്ങളിലേക്ക് വന്നാൽ, ആ പട്ടണത്തിൽ കർത്താവ് വന്നപ്പോൾ ഉണ്ടായിരുന്ന മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ നൈൻ പട്ടണത്തിൽ ചില കണ്ടുമുട്ടലുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് 2 പുരുഷാരങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടൽ. നമ്മൾ 11-ാം വാക്യം വായിക്കുമ്പോൾ, പിറ്റേന്ന് അവൾ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി എന്നാണ് വായിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ കൂടെയുള്ള പുരുഷാരം വളരെ പുരുഷാരമായിരുന്നുവെന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. 12-ാം വാക്യം, അവൻ പട്ടണത്തിൻ്റെ വാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പം 2 പുരുഷാരങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടലാണ്. ഒന്നാമത്തെ കൂട്ടർ യേശുവിനോടൊപ്പം നിൽക്കുന്ന വളരെ പുരുഷാരവും, രണ്ടാമത്തത് മരിച്ചവനെ ചുമന്നുകൊണ്ട് പോകുന്ന പട്ടണത്തിലെ വലിയ പുരുഷാരവും. ഇങ്ങനെ 2 വിധ പുരുഷാരങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തത്. രണ്ടാമത്തത് 2 ഏകജാതന്മാർ തമ്മിലുള്ള കണ്ടുമുട്ടലാണ്. നമ്മൾ ആ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, 12-ാം വാക്യത്തിൽ, അവൻ അമ്മയ്ക്ക്
ഏകജാതനായ മകൻ എന്ന് വായിക്കുന്നുണ്ട്. ലൂക്കോസ് 7:13 നാം അത് വായിക്കുന്നു. എന്നാൽ യേശു കർത്താവിനെ സംബന്ധിച്ച് യോഹന്നാൻ 3:16 വായിക്കുമ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ 2 വിധ ഏകജാതന്മാർ തമ്മിലുള്ള കണ്ടുമുട്ടൽ. ഒന്ന്, വിധവയ്ക്ക് ഏകജാതൻ. യേശു കർത്താവ് ഏകജാതനാണെന്ന് യോഹന്നാൻ 3:16 വായിക്കുന്നു. ഇനി മൂന്നാമത്തെ കണ്ടുമുട്ടൽ ദുഃഖവും സന്തോഷവും തമ്മിലുള്ള കണ്ടുമുട്ടലാണ്. നോക്കണം, ആ വിധവ തൻ്റെ ഭർത്താവ് മരിച്ചുപോയി. തനിക്ക് ആശ്രയമായിരുന്നത് ഒരു മകനായിരുന്നു. ഇപ്പോൾ ആ മകനും നഷ്ടപ്പെട്ടു പോയി. വളരെ ദുഃഖത്തോടെ കണ്ണീരോടെ വേദനയോടെ അവിടെ അവൾ നിൽക്കുന്ന ഒരവസ്ഥയെ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അവളുടെ ദുഃഖം സന്തോഷം കൊണ്ടുവരുന്ന ഒരു കർത്താവ് ആ ദുഃഖത്തെ അവൾക്ക് സന്തോഷമാക്കി മാറ്റിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതെ, 13 സങ്കീർത്തനം 4 വാക്യം, നമ്മുടെ ദുഃഖത്തെ സന്തോഷമായി ദൈവം മാറ്റും. മൂന്നാമത്തെ കണ്ടുമുട്ടൽ ദുഃഖവും സന്തോഷവും തമ്മിലുള്ള കണ്ടുമുട്ടലാണ്. നാലാമത്തെ കണ്ടുമുട്ടൽ കണ്ണുനീരും മനസ്സലിവും തമ്മിലുള്ള കണ്ടുമുട്ടലാണ്. നമ്മളവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 13 വാക്യം, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. നോക്കണം, കണ്ണീരോടുകൂടെ കരച്ചിലോടുകൂടെ തൻ്റെ മകൻ്റെ വേർപാടിൻ്റെ ദുഃഖവും പേറി ഈ സ്ത്രീ വളരെ കണ്ണീര് വീഴുമ്പോൾ ഇതാ മനസ്സലിയുന്ന കർത്താവ്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനാണ് നമ്മുടെ കർത്താവ്. തിരുവചനത്തിൽ വായിക്കുന്നു, അവൻ ദുഃഖിക്കുന്നവരോടുകൂടെ അവൻ ദുഃഖിക്കുകയാണ്, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുന്നു. ലാസർ മരിച്ച് അടക്കപ്പെട്ട് 4 ദിവസമായി കല്ലറയ്ക്കുള്ളിലായിരുന്നു. എന്നാൽ യേശു കർത്താവിനെ സഹോദരിമാർ യേശു ചോദിച്ചു, അവനെ വെച്ച സ്ഥലം എവിടെയാണ്? അപ്പോൾ സഹോദരിമാർ പറഞ്ഞു, ഇതാ ഇവിടെ വന്ന് കാണാൻ പറഞ്ഞു കൊണ്ടുപോവുകയാണ്. ഈ സഹോദരിമാർ ദുഃഖിക്കുക, കരയുക. അവരോടൊപ്പം അരുമനാഥനായ കർത്താവും കരഞ്ഞതായിട്ട് തിരുവചനത്തിൽ വായിക്കുന്നു. യോഹന്നാൻ 11:35 യേശു കണ്ണുനീർ വാർത്തു. കണ്ണുനീരും മനസ്സലിയും തമ്മിലുള്ള കണ്ടുമുട്ടൽ. സ്തോത്രം. 5ാമത്തെ കണ്ടുമുട്ടൽ മരണവും ജീവനും തമ്മിലുള്ള കണ്ടുമുട്ടലാണ്. മരിച്ചവനെ നാം അങ്ങനെ വായിക്കുന്നു, 13ാമത്തെ വാക്യം, അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ഭാര്യക്കാട് എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. നോക്കണം, അവിടെ മരിച്ചുപോയ ബാല്യക്കാരന് അവനെ അടക്കം ചെയ്യുവാൻ മഞ്ചത്തിൽ അവനെ കൊണ്ടുപോവുകയാണ്, ചുമന്നുകൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് ജീവനായ ക്രിസ്തു അവരെ എതിർപ്പെടുന്നത്. മരണവും ഈ ജീവനും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ യേശു കർത്താവ് ആ ബാല്യക്കാര് എന്ന് പറഞ്ഞ് അവൻ്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽക്കാം എന്ന് പറഞ്ഞപ്പോൾ മരിച്ചുപോയ ബാല്യക്കാരൻ എഴുന്നേറ്റു. മരണവും ജീവനും തമ്മിലുള്ള കണ്ടുമുട്ടലുകൾ. സ്തോത്രം. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ 3 സ്ഥലങ്ങളിൽ മരിച്ചു പോയവരെ ഉയർപ്പിച്ചതായി തിരുവചനത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, നൈൻ പട്ടണത്തിലെ ആ വിധയുടെ മകനെ
അവനെ അടക്കുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഇതാ വഴിയിൽ വെച്ച് കർത്താവ് മഞ്ചത്തൊട്ട് ചുമക്കുന്നവർ അവിടെ നിന്നു. യേശു ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ മരിച്ചുപോയ ആ ബാല്യക്കാരന് ജീവൻ പ്രാപിച്ച് അവൻ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ തിരുവചനത്തിൽ വായിക്കുന്നത് അവൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് വായിക്കുന്നത്. ആമേൻ. ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് വായിക്കുക. അമ്മ നഷ്ടപ്പെട്ടു പോയതിനെ കർത്താവ് അവൾക്ക് തിരിച്ചു കൊടുത്തു. ഇന്ന് രാത്രിയിൽ എന്നെ തിരുവചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ നഷ്ടത്തെ ലാഭമാക്കി തീർക്കുന്നവൻ, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത്, ആ ജീവൻ നഷ്ടപ്പെട്ടു പോയവനെ അവന് പുതിയ ജീവൻ നൽകി അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തെന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആമേൻ. രണ്ടാമത് ഒരു കല്ലറ വാതിക്കൽ വെച്ചാണ്. ലാസർ മരിച്ചു, അടക്കപ്പെട്ടു. 4 ദിവസം കഴിഞ്ഞപ്പോൾ യേശു കല്ലറയുടെ വാതിക്കൽ ചെന്ന് ഇങ്ങനെ വിളിച്ചു, ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു എന്നാണ് വായിക്കുന്നത്. ആമേൻ. അപ്പോൾ കല്ലറയുടെ വാതിക്കൽ നിന്ന് ഒരുത്തനെ, മരിച്ചുപോയ ഒരുവനെ, ആമേൻ, 4 ദിവസമായി നാറ്റം വെച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്നു. മൂന്നാമത്തത് യായിറോസിൻ്റെ മകൾ, 12 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവൾ മരിച്ചുപോയി. ഒരു കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് യായിറോസ് പറയുകയാണ്, എൻ്റെ മകൾ ദീനമായി കിടക്കുന്നു, അങ്ങ് വന്ന് എൻ്റെ മകൾക്ക് വേണ്ടി ആമേൻ തൊട്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്തു വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് 12 സംവത്സരം രക്തസ്രവം പിടിച്ച ഒരു സ്ത്രീ വിടുതൽ പ്രാപിക്കുന്നു. അവളെ സൗഖ്യമാക്കിയതിന് ശേഷം കർത്താവ് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരാൾ ഓടി വന്ന് യായിറോസിനോട് പറഞ്ഞു, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, നിൻ്റെ മകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞു. യേശു ഇത് കേട്ടിട്ട് യായിറോസിനോട് പറഞ്ഞ് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞ് അവരുടെ ഭവനത്തിലേക്ക് ചെന്നു. യേശു കർത്താവ് മരിച്ചതായി ആ ബാലികയുടെ കൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, തലിതാ കൂമി. മരിച്ചുപോയ ആ ബാലിക, 12 വയസ്സുള്ള ബാലിക, അവൾ എഴുന്നേറ്റ് ഇരുന്ന് ഹമേ സ്തോത്രം എന്ന് തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അതെ, നൈൻ പട്ടണത്തെ ദുഃഖകരമായ അവസ്ഥയെ ദൈവം സന്തോഷമാക്കിയതുപോലെ വചനം കേൾക്കുന്ന, ശ്രദ്ധിക്കുന്ന മാന്യസ്നേഹിതരെ, നിങ്ങളുടെ അവസ്ഥയും ഈ നൈൻ പട്ടണത്തെ പോലെ പുറമേ സന്തോഷമാണെങ്കിലും അകത്ത് വളരെ വേദന, കുടുംബത്തെക്കുറിച്ചുള്ള, തലമുറകളെക്കുറിച്ചുള്ള, കടഭാരത്തെക്കുറിച്ചുള്ള, ശാരീരിക രോഗത്തെക്കുറിച്ചുള്ള വിവിധമായിരിക്കുന്ന വേദനകളല്ലേ നമ്മൾ അനുഭവിക്കുന്നത്. ഇന്ന് വിലാപത്തെ നൃത്തമാക്കുന്ന കർത്താവ്, 30-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ വിലാപത്തെ നൃത്തമാക്കുന്നു. ആമേൻ. അതെ, നിങ്ങളുടെ കണ്ണുനീരവൻ മാറ്റും, നിങ്ങളുടെ നിരാശയെ അവൻ മാറ്റും, നിങ്ങളുടെ വേദനയെ അവൻ മാറ്റും, നിങ്ങളുടെ തകർച്ച അവൻ മാറ്റും. നൈൻ പട്ടണത്തിൽ കടന്നു വന്ന കർത്താവ് ഇന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏതൊരു വിഷയത്തിൻ്റെ മുൻപിലായിരിക്കുന്നുവോ, നിങ്ങളുടെ വിഷയത്തെ കർത്താവ് പരിഹരിക്കുവാൻ, നിങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവകരങ്ങൾ സമർപ്പിക്കുക. ഈ വചനം നിങ്ങൾക്കായി ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ, വിലാപത്തെ നൃത്തമാക്കിയ കർത്താവ് ഇന്ന് നമ്മെയും നമ്മുടെ പ്രശ്നങ്ങളെ അവൻ പരിഹരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതെ, നിരാശയിലല്ലേ നിങ്ങളായിരിക്കുന്നത്, കണ്ണുനീരല്ലേ നിങ്ങളായിരിക്കുന്നത്, വേദനയോടുകൂടെയല്ലേ നിങ്ങളായിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു അവസ്ഥയും എങ്ങനെ നമ്മളിത് സാധിക്കും എന്ന് ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മുൻപിൽ ഇന്ന് നിങ്ങളെ അടുക്കൽ കടന്നു വന്ന്
നിങ്ങൾ ആഗ്രഹിക്കാത്ത രീതിയിൽ, നിങ്ങൾ ഇതുവരെ നിങ്ങൾ പ്രാപിക്കാത്ത അനുഗ്രഹങ്ങളെ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകുമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും കുടുംബമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.